റമദാനിൽ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ഇബാദത്തുകളെയും കുറ്റമറ്റ അമലാക്കി റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന നിഅമത്തുകളിൽ അല്ലാഹു നമ്മളെയും പങ്കാക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ ഇന്നത്തെ ദിവസത്തിന്റെ മഗ്രിബിന്റെ സമയം വരെ ഓരോ മണിക്കൂറിൽ ലക്ഷങ്ങൾക്ക് അല്ലാഹു നരകമോചനം നൽകുമ്പോൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അല്ലാഹു ആ തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഇരുലോക വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ വിട പറയുകയാണ്. നമ്മിൽ നിന്ന് ചുരുക്കം ദിനരാത്രങ്ങൾ മാത്രം ശേഷിക്കും. സത്യവിശ്വാസിയുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ പെരുമഴയാണ്. അതിനൊരു മുഅ്മിനാകണം നമ്മൾ. റമദാൻ ചേർത്ത് പിടിച്ച ഹൃദയത്തിലാഴത്തിൽ പരിശുദ്ധ റമദാൻ അസറു ചെലുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ച അവർക്ക് വല്ലാത്ത ഗദ്ഗതമാണ്, ദുഃഖമാണ്. ആകാശവും ഭൂമിയും മാലാഖമാരും കരയുകയാണ്. നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, എന്തിനാണെന്നറിയുമോ? ആകാശവും ഭൂമിയും ഒത്തൊരുമയോടെ ആകാശം ഭൂമിയിലേക്ക് ചേരുന്നു, ഭൂമി ആകാശത്തിലേക്ക് ചേരുന്നു. വാനലോകത്തെ മലായികത്തുകളും ഭൂമിയിലെ സത്യവിശ്വാസികളും ചേർന്ന് ഇണങ്ങി പൊരുത്തപ്പെട്ട് ഇബാദത്തിൽ ഇഷ്ടപ്പെടുന്ന സമയം രാത്രികളും പകലുകളും. അവർ കരയുകയാണ്. ദഹാബു റമദാൻ, പരിശുദ്ധമായ റമദാൻ വിടമാങ്ങലിലാണ് അവരുടെ കരച്ചിൽ. നബി മുഹമ്മദ് മുസ്തഫ സത്യവിശ്വാസിയുടെ മരണത്തിലും ആകാശവും ഭൂമിയും കരയും. നബി മുഹമ്മദ് മുസ്തഫ അനുഗ്രഹീതമായി ജുമഅയിലെ നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പുണ്യ റമദാൻ, ആ റമദാൻ വിട പറയുന്ന ഓർമ്മകൾ പറയുമ്പോൾ ഹൃദയത്തിൽ തട്ടി ഒരു വലിയ ഇബാദത്തിൽ നമുക്ക് മുഴുകണം. ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. എല്ലാവരും പരിശുദ്ധമായ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ ഈ പള്ളിയിൽ ഇരിക്കണം. നവൈതുൽ ഇഅ്തികാഫ് ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. ഈ പള്ളിയിൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഇഅ്തികാഫിരിക്കാൻ ഞാൻ കരുതി. എല്ലാവരും നിയ്യത്ത് വയ്ക്കും. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. സ്വഹാബത്തിന്റെ ചോദ്യം, ഹൽ തബ്കി സമാഉ വൽ അർദു അലാ മൗതി അഹദിൻ. നബിയോരെ, ഇതൊരു പ്രഹസനത്തിന്റെ, ഒരു ജനപ്രിയ സാഹിത്യ വേട് പോലെ, ഒരു കൗതുകത്തിന്, ഒരു മഞ്ചിന്, ഒരു അലങ്കാരത്തിന് പറയുന്ന എഴുത്തുകളുടെ കഥകളുടെ ഭാഗമാണോ? അതുപോലെയുള്ളൊരു വാക്കാണോ? ഒരു അലങ്കാര വാക്ക് പോലെ അല്ല. ഹൽ തബ്കി സമാഉ വൽ അർദു അലാ മൗതി അഹദിൻ. ആകാശവും ഭൂമിയും കരയുമോ നബിയെ? ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതേ കരയും. റബ്ബിന്റെ അപാരമായ ഒരു അനുഗ്രഹം നീങ്ങിപ്പോകുമ്പോൾ ആകാശവും ഭൂമിയും കരയും. മുഅ്മിൻ മരിച്ചാലും ആകാശവും ഭൂമിയും കരയും. ഇദാ മതൽ അബ്ദു സ്വാലിഹ് തബ്കി സമാഉ വൽ അർദു അലൈഹി. ഒരു മുഅ്മിനായ മനുഷ്യനൊന്ന് മരിച്ചാൽ ആ വീട് മാത്രമല്ല കരയുക, ആ വീട്ടിലെ മൃഗങ്ങൾ മാത്രമല്ല വ്യസനിക്കുക, ആകാശവും ഭൂമിയും കരയും. ആകാശം മേഘാവൃതമാകും. കണ്ണുനീർ പൊഴിച്ച് ആകാശത്തിൽ നിന്ന് പരിശുദ്ധമായ മഴയിങ്ങനെ പെയ്തിറങ്ങും. ആ കാഴ്ച കരച്ചിലാണ്, ആകാശത്തിന്റെ കരച്ചിലാണ്. നബി മുഹമ്മദ് മുസ്തഫ റമദാന്റെ വിടവാങ്ങലിൽ പ്രപഞ്ചം ദുഃഖത്തിലാണ്. പ്രപഞ്ചം ഒന്നടങ്കം ദുഃഖത്തിലാണ്. അതാണ് ചരിത്രം. കാരണം നമ്മുടെ പൊന്നാര റമദാന്റെ ദുആകൾക്ക് ഇജാബത്തുണ്ടായിരുന്നു. ഇനി ചുരുക്കം ദിവസമല്ലേ ഉള്ളൂ. പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അല്ലാഹു
നമുക്കേവർക്കും ആ പുണ്യഭാഗ്യം, ആ വലിയ ഹദ്ദ് അള്ളാഹു നമുക്കെല്ലാം നസീബാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദുആകൾ മുസ്തജാബായിരുന്നു. പരിശുദ്ധമായി റമദാനിലെ സകാത്തുകൾ മഖ്ബൂലയായിരുന്നു, റബ്ബ് സ്വീകരിച്ചിരുന്നു. ഹസനാത്തുകൾ ഒന്ന് ചെയ്താൽ തന്നെ മുദാഅഫയായിരുന്നു, ഇരട്ടിക്കിരട്ടി പ്രതിഫലമായിരുന്നു. എങ്ങനെ കരയാതിരിക്കും പ്രപഞ്ചം? അദാബുകളിലെ മുഴുവനും മദ്ഫൂഅ, തിന്മകളിലേക്ക് മനുഷ്യനെ തള്ളിയിടാതെ പിടിച്ചു നിർത്തിയ റമദാൻ, അദാബുകളൊന്നും വരാതെ ഹഫളത്തിന്റെ മലായികത്തുകളെ കൊണ്ട് കാവലേർപ്പെടുത്തിയ റമദാൻ, അനുഗ്രഹത്തിന്റെ പുണ്യ റമദാൻ. അത് റമദാന്റെ പോലീസയല്ലാതെ പിന്നെന്ത്? അല്ലാഹുവേ, അതുകൊണ്ട് പ്രപഞ്ചം കരയുകയാണ്. നമ്മളിൽ നിന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റമദാൻ വിടവാങ്ങുകയാണ്. അപ്പോൾ ഇതിനേക്കാളും വലിയ മുസീബത്ത് വരാനുണ്ടോ? റമദാന്റെ പോക്ക് പോലെ, വിടവാങ്ങൽ പോലെ ഒരു മുസീബത്ത് ഇനി എന്ത്? നിന്റെ വാപ്പയും ഉമ്മയും നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരും വേർപെട്ടു പോയ ആ വീട്ടിന്റെ കട്ടിലും കസേരയും ഇരുന്ന വീൽ ചെയറും അവർ തൊട്ടതും പിടിച്ചതും ഒക്കെ അവരുടെ റൂഹ് ഇപ്പോഴും അവിടെയുണ്ട് എന്ന ചിന്തയിൽ നീ ആ റൂമിലേക്കൊന്ന് കയറുമ്പോൾ നിന്റെ ഉള്ളു പൊട്ടുന്നില്ലേ? ചില ദിവസങ്ങൾ അത് നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലേ? റമദാൻ പോയി കഴിഞ്ഞാലും ദുആ കഴിഞ്ഞിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ അറിയാതെ പറഞ്ഞു പോകില്ലേ? പെട്ടെന്ന് നിർത്തി വീണ്ടും സ്വലാത്ത് ചൊല്ലൂലേ? അതിലങ്ങ് ലയിച്ചു പോയി ഹൃദയം. എല്ലാവരും അതിൽ ഇഷ്ടപ്പെട്ടു പോയി പുണ്യ റമദാനിനെ. അതുകൊണ്ട് ഇദാ ബഖതിസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികൾ കരയുന്നുണ്ടെങ്കിൽ ലി അജലിനാ, നമ്മുടെ കാര്യത്തിനു വേണ്ടി ആകാശവും ഭൂമിയും കരയുന്നുണ്ടെങ്കിൽ, വനഹ്നു ബിൽ ബുഖാഇ വത്തഅസ്സുഫ്, ദുഃഖം പ്രകടിപ്പിക്കൽ കൊണ്ടും കരയൽ കൊണ്ടും ഏറ്റവും ബന്ധപ്പെട്ടത് നമ്മളാണ്. നമ്മളുടെ റമദാൻ വിട പറയുമ്പോൾ നമ്മൾ കരയണം, നമ്മുടെ ഹൃദയം പൊട്ടണം, വേദനയുണ്ടാവണം. ഇതുപോലൊരു അലങ്കാരം ഈ പള്ളിയുടെ ഉള്ളിൽ ഇന്നലത്തെ 180ഓളം പേർ, പുറംപള്ളിയിൽ വരെ തറാവീഹിന് കൂടിയവർ, 40-ന് മേലെ ആളുകൾ പരിശുദ്ധമായ രാത്രിയിൽ ഇബാദത്തിലായി, അനുഗ്രഹീത രാത്രിയിൽ ഇബാദത്തിലായി. രാത്രി 2:45 സമയം വരെ, വെളുപ്പിന് അത്രയും സമയം അള്ളാന്റെ പള്ളിയിൽ ഇരുന്നവർ, ഇബാദത്ത് ചെയ്തവർ. ഈ ഒരു അനുഗ്രഹം നീങ്ങുമ്പോ മനസ്സിന് വല്ലാതെ വേദനയാണ്. വിടവാങ്ങൽ എന്നും പ്രയാസമാണ്, എന്നും ദുഃഖമാണ് വിടവാങ്ങൽ. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനീ പ്രവർത്തനത്തിനായി നിശ്ചയിച്ച് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് വിടുന്ന ചരിത്രമാണ് എപ്പോഴും നമുക്ക് ഓർക്കാനുള്ളത്. ആ ഒരു രംഗം, ആ യാത്ര അയക്കുമ്പോ ഒരു അമീറായി എന്നെ വിടുന്നു, അതാണ് ചിന്ത മുആദ് റളിയല്ലാഹു അൻഹുവിന്. മുത്തിനി എന്താണ് പറയാൻ പോകുന്നതെന്ന് ഒരു പ്രതീക്ഷയില്ല. ഞാൻ അവിടെ പോയി എന്തൊക്കെ ചെയ്യണമെന്ന ചിന്തയോ ഭയപ്പാടോ ഒന്നുമല്ല, അതിനപ്പുറം ടെൻഷൻ എടുക്കുന്ന ഒരു വാക്കാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കുമ്പോൾ പറഞ്ഞത്. ഓ മുആദേ, ലിഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫീഹാ. മുആദേ, ലോകത്തിന്റെ സാമ്പത്തികം മുഴുവൻ നിന്റെ നിയന്ത്രണത്തിൽ വന്നാലും, മുആദേ, ബിൽഡിംഗ്, വാഹനങ്ങൾ, എസ്റ്റേറ്റുകൾ നിനക്ക് എത്ര കിട്ടിയാലും, ലോകത്തിന്റെ അധികാരം തന്നെ നിനക്ക് ലഭിച്ചാലും, മുആദേ, അതിനേക്കാളൊക്കെ വളരെ നല്ലതും ഏറ്റവും പുണ്യമായതുമായ ഒരു കാര്യം മുആദേ ഞാൻ പറഞ്ഞു തരട്ടെ. നിന്റെ പ്രവർത്തനം കൊണ്ട് ലിഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫീഹാ. നിന്റെ പ്രവർത്തനം കൊണ്ടിട്ട്, നിന്റെ ഒരു വാക്ക് കൊണ്ടിട്ട്, നിന്റെ ഒരു ഉപദേശം കൊണ്ടിട്ട് ഒരാൾ ഹിദായത്തിലാകുന്നതാണ് ഏറ്റവും മെച്ചം. മുആദേ റളിയല്ലാഹു അൻഹു
വസിയത്ത് ഇങ്ങനെ ചെയ്യാണ്, ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യമനിലേക്ക് യാത്ര പറഞ്ഞു വിടുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കുകയാണ്, ദീനീ പ്രവർത്തനത്തിനായി നിശ്ചയിച്ചു വിടുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് കയറി. മഹാനവറുകൾ മദീനയിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന മുആദ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാഹനത്തിന്റെ കൂടെ മെല്ലെ നടന്നു നീങ്ങുന്നു. വസിയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനത്തെ നിർദ്ദേശം എന്നോണം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഓ മുആദേ, പരസ്പരം വിട്ടുപിരിയുന്ന ഒരു ഭാഗമെത്തുമ്പോ ഒരെന്തെത്തിയപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വാക്ക്, മുആദേ, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ ലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബ്രി. ഈ കൊല്ലം ഞാൻ നിന്നെ യാത്രയാക്കുകയാണ് മുആദേ, അടുത്ത കൊല്ലം നമ്മൾ കണ്ടുമുട്ടില്ല മുആദ്. പെട്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്ര വദനത്തിലേക്കൊന്ന് നോക്കി നിറ കണ്ണോടെ, എന്താ ഇപ്പോൾ മുത്തു പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടുമുട്ടില്ല മുആദ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ പള്ളിയുടെ അടുക്കലും എന്റെ ഖബറിന്റെ അടുക്കലും നിങ്ങൾ വരും മുആദ്. ഒരു വലിയ വേർപാടിന്റെ ചരിത്രം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ ലോകത്തു നിന്ന് വിട പറയാൻ ഒരുങ്ങുന്നു. വിട വാങ്ങൽ എന്നും ദുഃഖമാണ്. മുഅ്മിനെ, റമദാൻ എന്ന അനുഗ്രഹം നീങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഈ ദുഃഖം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ വഫാത്താകും മുആദേ, ഭൗതിക ലോകത്തു നിന്ന് ഞാൻ മടങ്ങിപ്പോകും മുആദേ. മുആദിന് സഹിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മുആദ് പൊട്ടിക്കരയാൻ തുടങ്ങി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോകാൻ തിരിഞ്ഞു നിന്ന് മുആദിനോട് അവസാനമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു നിർത്തി യാത്ര പോകുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തായ നബി തങ്ങൾ ഒരൽപ്പം നടന്ന് തിരിഞ്ഞു നിന്ന് മുആദിനോട് പറഞ്ഞ വാക്ക് ഹൃദയത്തിൽ നെഞ്ചോട് ചേർത്ത് കേൾക്കേണ്ട വാക്ക്, ഓ മുആദ്, ഇന്ന ഔലൻ നാസി ബി അൽ മുത്തഖൂൻ. ഓ മുആദേ, ഞാനുമായി ഏറ്റവും വലിയ ബന്ധമുള്ളവർ, വിഷമിക്കരുതേ, വ്യസനിക്കരുതേ, അവർ മുത്തഖീങ്ങളാണ്, അവർ മുത്തഖീങ്ങളാണ്. ആ ലിസ്റ്റിലൊന്ന് പെടാൻ നോക്കണേ മുആദേ. അതിനു പറ്റിയ ഒരു മാസം തന്നിട്ടാണ് പോകുന്നത് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ റമദാന്റെ ഏറ്റവും വലിയ സമ്മാനം തഖ്വയാണ്, തഖ്വയാണ്. ആ തഖ്വ തന്നിട്ടാണ് പുണ്യ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നെ കണ്ടുമുട്ടുന്നവർ, എന്റെ ഹൗദിൽ നിന്ന് പാനം ചെയ്യുന്നവർ, എന്നോടൊപ്പം അവരിൽ അംറിൽ സ്വർഗത്തിൽ കടക്കുന്നവർ ഈ തഖ്വ എന്ന സമ്മാനം വാങ്ങിയവരാണ്. ഏറ്റവും വലിയ ദുഃഖമാണ് മുത്തുനബിയുടെ വിടവാങ്ങൽ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുത്ത് മദീനയിൽ വന്നപ്പോ സർവ്വതുമങ്ങ് പ്രകാശിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. പക്ഷേ അവിടത്തെ വിയോഗം ഞങ്ങളുടെ മദീനയെ, ഈ പ്രപഞ്ചത്തെ തന്നെ ഇരുട്ടിലാഴ്ത്തിക്കളഞ്ഞു എന്ന് ഒരു വല്ലാത്ത ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അതെന്ന്. ഒരു ഇടിത്തീ പോലെ മാതാവിന്റെ മടിത്തട്ടിൽ അഭയം തേടും പോലെ നുബൂവത്തിന്റെ മടിത്തട്ടിൽ ഞങ്ങൾ അഭയം തേടിക്കൊണ്ടിരുന്നതായിരുന്നു. ഇനി ഞങ്ങൾ എവിടെ അണയും? ഇനി ഞങ്ങൾക്ക് എവിടെ ആശ്വാസം? ഉമർ റളിയല്ലാഹു അൻഹു എന്തോ ഒരു ധീരനാണ്. മുത്തിന്റെ വഫാത്ത് അറിഞ്ഞപ്പോ പൊട്ടിപ്പോയി, തകർന്നു പോയി അവിടുത്തെ ഹൃദയം. വാളൂരി പിടിച്ച് ശക്തമായി ആക്രോശിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സ്വഹാബത്തിന്റെ പെരുമാറ്റം കാണണേ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു സംസാരമില്ല, ഒരൊറ്റ ഇരിപ്പാണ്, തരിച്ചങ്ങനെ ഇരിക്കാണ്. എല്ലായിടത്തും നിശബ്ദത.
അലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തളർന്ന് കുഴഞ്ഞിരിക്കുകയാണ്, സംസാരമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ പറഞ്ഞിട്ട് ശബ്ദമുയരുന്നില്ല, ബാങ്ക് വിളിക്കാൻ കഴിയുന്നില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചത് ബിലാലിനോട്, എന്റെ മുത്തിന്റെ, എന്റെ പുന്നാരക്കരള് വാപ്പച്ചിയുടെ ശരീരത്തിൽ പിടിമണ്ണ് വാരിയിടാൻ എങ്ങനെ പറ്റി ബിലാൽ? വേദനയാണ് ആ വേർപാട്. പക്ഷേ ഞാൻ ഈ പറയുമ്പോഴും ചില മുഅ്മിനീങ്ങൾ ഇതിന്റെ ഉള്ളിലിരുന്ന് പൊട്ടുന്നുണ്ട്. ആ മുഅ്മിന് റമദാൻ ഒരു വലിയ അനുഗ്രഹമായിരുന്നു എന്ന് അവർക്ക് അവരുടെ ഹൃദയത്തോട് ചേർത്ത് വായിക്കാം. അല്ലാഹുവേ, ഞങ്ങളുടെ റമദാൻ ഞങ്ങളിൽ നിന്ന് വിട പറയുകയാണ്. കണ്ണിൽ കണ്ണുനീർ വരാത്ത ഖസ്വത്തുൽ ഖൽബ് എന്ന് കരുതണ്ട, നിങ്ങളൊന്ന് അഭിനയിച്ച് കരയണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളികളിൽ ഇന്ന് റമദാനിനെ സലാം പറയുകയാണ്, യാത്രയാക്കുകയാണ്. പറഞ്ഞതിന്റെ ചുരുക്കം, നാളെ മുതൽ തറാവീഹില്ലെന്നല്ല, നാളെ മുതൽ പർച്ചേസിൻ്റെതെന്നല്ല, ഒടുവിലത്തെ ഒരു 29 ഒരൊറ്റ രാത്രി കൂടെ വരാനുണ്ട്. ആ രാത്രിയിൽ കോടിക്കണക്കിന് 1-ാം ദിവസം മുതൽ അതുവരെയുള്ളതിന്റെ ഇരട്ടിക്കിരട്ടിക്ക് നരകമോചനം തരുന്ന ആ രാത്രി മറന്നു പോവരുതായി മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് റമദാൻ വിട പറയുകയാണ്. മുത്തിന്റെ വേർപാടിൽ ആ സമയത്ത് നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ലോലഹൃദയനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന് മുത്തിന്റെ ജനാസ ചുംബിച്ച് അവിടുത്തെ മിമ്പറിൽ കയറിയിട്ട് അവിടെ നിന്ന് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ചേർക്കാം. അലാ മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഇന്ന മുഹമ്മദൻ ഖദ് മാത്. തളരരുതേ, കുഴഞ്ഞു പോകരുതേ. മുഹമ്മദിനെയാണോ നിങ്ങൾ ആരാധിച്ചത്? എങ്കിൽ മുഹമ്മദ് മരണപ്പെട്ടു പോയി, വഫാത്തായി പോയി. നിങ്ങൾ അല്ലാഹുവിനെയാണോ ആരാധിച്ചത്? എങ്കിൽ അല്ലാഹു ഹയ്യുൻ 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 ലാ യമൂത്ത്, എന്നും അല്ലാഹുണ്ട്, അവൻ മരണപ്പെടില്ലെന്ന്. മുഹമ്മദ് മുസ്തഫ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന്, അന്നിഅമത്തുൽ കുബ്റാ അൽ ആലമാണെന്ന് പഠിപ്പിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ ഉപദേശത്തിൽ നിന്നാണ് പണ്ഡിത മഹത്തുക്കൾ നമ്മളോട് ഉണർത്തുന്നത്. പരിശുദ്ധരായ പുണ്യ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. റമദാനിനെയാണ് നിങ്ങൾ പേടിച്ചതെങ്കിൽ റമദാൻ ദാ പോവുകയാണ്. ഇന്ന റമദാന ഖദ് ഫാത്. റമദാനെയാണോ നിങ്ങൾ പേടിച്ചത്? ദുആകൾക്ക് ഇജാബത്തായിരുന്നു. ഫിത്ർ സകാത്ത്, ശവ്വാലിന്റെ പരിശുദ്ധമായ പൊന്നമ്പളി തിങ്കൾക്കര പ്രത്യക്ഷപ്പെടുന്ന ആ സമയത്ത് ആ ഹയാത്തിലുള്ളവരൊക്കെ ഫിത്ർ സകാത്ത് ഓരോ മെമ്പർമാരും 4 മുദ്ദ് 1 സാഅ കൊടുക്കും. ഇമാമ് പെരുന്നാളിന്റെ ദിവസം നിസ്കാരത്തിൽ നിൽക്കുന്നതിന് മുമ്പ് ഫദീലത്തായ സമയത്ത് കൊടുത്തു വീടും. അക്കണക്ക് നോക്കിയാൽ ഫഖീർ മിസ്കീൻ വരെ അവര് വരെ പുറപ്പെടുവിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഒരു രാത്രി, പെരുന്നാളിന്റെ രാത്രിയും അതിന്റെ പകലിലുമുള്ള ചെലവ് മിച്ചമുള്ളവർ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതിന്റെ മസലകൾ ഇൻഷാ അല്ലാഹ് തറാവീഹിന്റെ സമയത്ത് വിശദമായി പറയാം. അതൊക്കെ സ്വീകാര്യതയായിരുന്നു. ആ റമദാൻ വിട്ടുപിരിഞ്ഞു. നിങ്ങൾ റമദാനിനെയാണ് പേടിച്ചതെങ്കിൽ റമദാൻ പോയി, റമദാൻ വിട്ടുപോയി. പക്ഷേ നിങ്ങൾ അല്ലാഹ് റമദാന്റെ റബ്ബിനെയാണ് നിങ്ങൾ പേടിച്ചതെങ്കിൽ ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, രക്ഷപ്പെടാൻ പറ്റൂല. അഥവാ പറഞ്ഞതിന്റെ അർത്ഥം, നിങ്ങൾ പരിശുദ്ധ റമദാൻ കഴിഞ്ഞുള്ള 11 മാസത്തെ ഓർമ്മകളിലേക്ക് തിന്മകൾ വിട്ടെറിഞ്ഞ് ഈ പരിശുദ്ധ റമദാനിന്റെ തഖ്വയെ മുറുകെ പിടിച്ച് നിങ്ങൾ നിലകൊണ്ടുകൊള്ളണം. ഇനിയൊരു 11 മാസമുണ്ട്, റബ്ബ് വിടില്ല ഒരാളെയും. മുങ്ങാൻ തയ്യാറെടുക്കുന്നവർക്ക് മുന്നറിയിപ്പാണ് ഇത് എന്ന് പണ്ഡിത മഹത്തുക്കൾ ഉണർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു വിടവാങ്ങൽ ദുഃഖമാണ്. പക്ഷേ നോമ്പില്ലെന്നേ ഉള്ളൂ. ശേഷിക്കുന്ന മാസങ്ങൾ വരുമ്പോ സുന്നത്തു നോമ്പുകൾ, അവാഹിലു ശഹർ, അവാഹിലു ശഹർ, അയ്യാമു സൂദ് അല്ലേ, അയ്യാമുൽ ബീദ്, തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പുകളാണ്, അൽഹംദുലില്ലാഹ്. പക്ഷേ റമദാൻ പോലെ നോമ്പല്ലെങ്കിലും നിങ്ങളുടെ ഹൃദയം പരിശുദ്ധ റമദാൻ പോലെ തഖ്വയിലായി കഴിയണം. നിങ്ങൾ പേടിച്ചത് റമദാനിനെ ആവരുതേ, റമദാന്റെ റബ്ബിനെ ആണെങ്കിൽ ആ റബ്ബ് ഇനിയും 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 ഹയ്യുൻ ഹയ്യുൻ ലാ യമൂത്ത്,
ആ പേടി എപ്പോഴും ഉണ്ടാകണം. ബാങ്ക് വിളിച്ചാൽ കൃത്യസമയം തന്നെ, ആദ്യ സമയം തന്നെ നിസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബാദത്തുകൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ദുർമേധസ് കൂടിയോ കുറഞ്ഞോ എന്ന കണക്കെടുപ്പിന്റെ മാസമല്ല ഇത്. പരിശുദ്ധ റമദാനെ കുറിച്ച് പറയുമ്പോൾ നല്ല ചേഞ്ച് ഉണ്ട്, വെയിറ്റ് കുറഞ്ഞു എന്ന് പറയേണ്ടതല്ല. ഇപ്പൊ കൊളസ്ട്രോൾ, ഷുഗർ, ഡയബറ്റിക് ഒക്കെ ഒന്ന് കുറഞ്ഞു എന്ന് പറയേണ്ടതല്ല. ബിപിക്ക് ഒരു കുറവുണ്ട്, റമദാൻ കൊള്ളാലോ എന്ന് പറയലല്ല. അതിനുള്ള സമയമല്ല. തിന്മ കൂടിയോ കുറഞ്ഞോ എന്ന് നോക്കാനുള്ള സമയം, നിന്റെ ഈമാൻ കൂടിയോ കുറഞ്ഞോ എന്ന് നോക്കാനുള്ള സമയമാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ വിട പറയുകയാണ്. ഇൻഷാ അള്ളാഹ് ഒരു പ്രത്യേക തർത്തീബ് നമുക്ക് നൽകിയിരുന്നു. ആ പുണ്യ റമദാനിന്റെ അമ്പിളിക്കല നമുക്ക് കാലബോധം നൽകി, സമയത്തിനൊരു വില നൽകി. സമയത്തിന്റെ വില നമ്മളെ പഠിപ്പിച്ചു. എന്തൊരു ചിട്ടയായിരുന്നു. വിശപ്പിന്റെ, അത്താഴത്തിന്റെ, നോമ്പിന്റെ വില പഠിപ്പിച്ചു. നോമ്പ് തുറയുടെ ആ ഒരു ഐക്യം പഠിപ്പിച്ചു. അത്താഴത്തിന്റെ ഒരുമ പഠിപ്പിച്ചു. വിശപ്പ്, സാഹോദര്യം, ഒട്ടിയ വയറും കരിവാടിച്ച മുഖവുമായി പിച്ചച്ചട്ടി എടുക്കുന്ന പൊന്നുമക്കളെ ഓർത്തു. വേണ്ട, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വീഡിയോ കണ്ട പൊട്ടിക്കരയാത്തൊരു മനുഷ്യനുണ്ടോ? ഫലസ്തീന്റെ കുരുന്നുകളെ നോമ്പ് പിടിക്കാൻ നേരത്ത് അവർക്ക് ഭക്ഷണമില്ല, പട്ടിണിയിൽ നോമ്പ്. ശഹീദാക്കപ്പെടുമ്പോഴും അവര് പട്ടിണിയില്ല. ആ പൊന്നുമക്കളുടെ വിശപ്പിന്റെ കാഠിന്യം ഒരല്പമെങ്കിലും ഒന്ന് ഓർക്കാൻ പഠിപ്പിച്ചു. അത്ര വലുതായിട്ടില്ല, നമ്മൾ അത്രയും സ്റ്റോക്ക് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ദിവസത്തേക്ക് കഴിക്കുക. കുറച്ചൊരു ബോധം നൽകിയോ പരിശുദ്ധ റമദാൻ? പരിശുദ്ധ റമദാന്റെ തറാവീഹും ഇഅ്തികാഫും തസ്ബീഹ് നിസ്കാരങ്ങളും ഒക്കെ ത്യാഗസന്നദ്ധത നമ്മളെ പഠിപ്പിച്ചില്ലേ? ഈ ഒരു അനുഗ്രഹമൊക്കെ വിട്ടിട്ട് റമദാൻ ഇങ്ങനെ കരഞ്ഞ് യാത്രയാക്കിയിട്ട് അതെല്ലാം മറന്നു കളഞ്ഞിട്ട് വീണ്ടും പഴയതിലേക്ക്, തിന്മകളിലേക്ക് പോകരുതേ എന്ന് ഈ പാപിയോട് നമ്മളെല്ലാവരോടും ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് തഖ്വ പ്രദാനം ചെയ്യട്ടെ. പുണ്യ റമദാനിന്റെ സമ്മാനമായ തഖ്വ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർന്നുണ്ടാകുമെന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ആ തഖ്വക്കാരിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കാരത്തിന്റെ ടൈം നമ്മുടെ പള്ളിയിൽ 8 മണിയാണ്. മരുതിക്കുന്ന് അവിടുത്തെ മുത്തവല്യമാർ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അവരുടെ സമയം മരുതിക്കുന്ന് പള്ളിയിൽ 8:30-ക്കാണ് പെരുന്നാൾ നിസ്കാരം നടക്കുക. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യാൻ സീനത്ത് ബീവി കണ്ണേഴത്ത്, സീനത്ത് മനസ്സിൽ 500 രൂപ സംഭാവന. മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ റീന സലീം കായൽ വീട് 500 രൂപ സംഭാവന. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി, കുടുംബൈശ്വര്യത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, കുടുംബൈശ്വര്യത്തിനു വേണ്ടി ദുആ ചെയ്യാൻ മുബീന കരിമ്പുവിള 250 രൂപ. മരണപ്പെട്ടവർക്ക് വേണ്ടിയും കുടുംബൈശ്വര്യത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ ഒരു സഹോദരി 500 രൂപ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഷൈല ബീവി MV ഹൗസ് 500 രൂപ. മരണപ്പെട്ട മാതാവിനും ഭർത്താവിനും വേണ്ടി ദുആ ചെയ്യാൻ സുൽഫത്ത് ബീവി ദാറുസലാം 500 രൂപ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, കുടുംബശരീരത്തിന് വേണ്ടി ദുആ ചെയ്യാൻ റജില ബീവി തുണ്ടുവിള 500 രൂപ. മരണപ്പെട്ട ഉപ്പാപ്പാക്കും ഉമ്മുമാക്കും വേണ്ടി ദുആ ചെയ്യാൻ നാസില ബീഗം ദാറുൽ കൻസ് 500 രൂപ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 1000 രൂപ. ഭർത്താവ് ഉൾപ്പെടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 500 രൂപ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ, കുടുംബൈശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി, ഒരു ദുആ ചെയ്യാൻ ഫസുലുദ്ദീൻ 500 രൂപ. മരണപ്പെട്ട പിതാവിനും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും കുടുംബൈശ്വര്യത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ, ക്ഷേമത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 600 രൂപ. കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, കുടുംബൈശ്വര്യത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ നൂർജഹാൻ നസീർ സനീർ മൻസിൽ 200 രൂപ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ശരീരസുഖത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ ഒരു സഹോദരി 500 രൂപ. കുടുംബൈശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, ബിസിനസ് അഭിവൃദ്ധിക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ഒരു സഹോദരി 1000 രൂപ. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 200 രൂപ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മുഹമ്മദ് ഹനീഫ 200 രൂപ. കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ഷറഫുദ്ദീൻ നിസാർ മൻസിൽ 500 രൂപ. രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 500 രൂപ. മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ ഷാനിഫ ബീവി 500 രൂപ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ
നസീമ പണയിൽ വീട് 1000 രൂപ. മരണപ്പെട്ട പിതാവിനും ഉമ്മച്ചിക്കും വേണ്ടി ദുആ ചെയ്യാൻ അലീന ഷാൻ മൻസിൽ 2000 രൂപ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 1000 രൂപ. മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ മക്കളായ ആമിന ഖദീജ 1500 രൂപ. മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ, കുടുംബശീലത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ ഒരു സഹോദരി 500 രൂപ. മരണപ്പെട്ട ഉപ്പച്ചിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അലി അഹ്സൻ 1000 രൂപ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, കുടുംബശീലത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നവാസ് മണ്ണാറയ്ക്കൽ 1000 രൂപ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ. 17-ാം രാവിൽ മരണപ്പെട്ട ഷാജിറ ബീവിക്ക് വേണ്ടി ദുആ ചെയ്യാൻ മെഡിക്കൽ ബെഡും ഒരു ജോഡി സ്വർണ്ണക്കമ്മലും സംഭാവന. അള്ളാഹു ഇതുവരെ പറഞ്ഞ എല്ലാ ദുആ വസിയത്തും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവരുടെ സദുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ ആസിയ ബീവി കാഞ്ഞിരമ്പട 500 രൂപ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 500 രൂപ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഗൾഫിലുള്ള മകന്റെ ജോലിസ്ഥിരതയ്ക്കും വേണ്ടി ദുആ ചെയ്യാൻ സീനത്ത് ഇലന്തൂർ 1000 രൂപ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ശരീരസുഖത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ ആബിദ ബീവി ഇലന്തൂർ 500 രൂപ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആസിയ ബീവി വലിയ വഴി 101 രൂപ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 1000 രൂപ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ സുനീറ ബീവി മുക്കകട 500 രൂപ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 201 രൂപ. കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നിസാർ കാട്ടിൽ വേണ്ടി 200 രൂപ. മരണപ്പെട്ട പിതാവിനും ഭാര്യയ്ക്കും വേണ്ടി ദുആ ചെയ്യാൻ നിസാം മേലേവിള 3000 രൂപ സംഭാവന. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 280 രൂപ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ സുഹ്റ ബീവി എസ് വി നിവാസ് 500 രൂപ സംഭാവന. ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 1000 രൂപ സംഭാവന. കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ശരീരസുഖത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ അബ്ദുൽ ഗഫൂർ അനസുവില്ല 500 രൂപ സംഭാവന. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ സംഭാവന. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ സംഭാവന. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഈ സയ്യിദുൽ അയ്യാമിൽ മുഅ്മിനീങ്ങളുടെ ആമീൻ പ്രതീക്ഷിച്ച്, ആബിദീങ്ങളുടെ ദുആ പ്രതീക്ഷിച്ച്, ആമീൻ പ്രതീക്ഷിച്ച് ഈ പള്ളിയിലേക്ക് നൽകിയ സംഭാവനകളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇരട്ടിക്കിരട്ടിയായി അവരുടെ സമ്പത്തിൽ അല്ലാഹു വർധനവ് പ്രദാനം ചെയ്യട്ടെ. സന്ദേശങ്ങൾ അല്ലാഹു സഫലീകരിക്കട്ടെ. നമ്മുടെ പള്ളിയുടെ മസാറിലും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളുടെ ഒക്കെ മഹല്ലുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, മുന്നോറുകൾ, ഉസ്താദുമാരുണ്ട്, രക്തബന്ധുക്കളുണ്ട്, മുസാഹറത്ത് ബന്ധുക്കളുണ്ട്. മരണമടഞ്ഞ മുഴുവൻ പേരുടെയും ഖബറിടങ്ങളെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസാക്കി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഈ നൽകിയ സ്വതക്കകളും സംഭാവനകളുടെ മിസ്ൽ സവാബ് ആ ഖബറിടങ്ങളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ, റബ്ബേ, ഞങ്ങൾ ഈ സംഗമത്തെ ഖബൂലാക്കണേ റഹ്മാനെ. ഈ പരിശുദ്ധമായ റമദാൻ, അനുഗ്രഹത്തിന്റെ ഞങ്ങളുടെ റമദാൻ, ഞങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ നേടിത്തന്ന പുണ്യ റമദാൻ ഞങ്ങളിൽ നിന്ന് വിട പറയുകയാണ്. ഞങ്ങളുടെ ഹൃദയം തഖ്വയുള്ളവരാക്കി തരണേ റഹ്മാനെ. ആ വിടപറച്ചിലിൽ വേദന തരണേ പടച്ചവനെ, മുഅ്മിനാക്കി തരണേ പടച്ചവനെ. ഞങ്ങൾ ഒരല്പം ഒന്ന് കണ്ണീരിറ്റിച്ചതിന്റെ പേരിൽ അല്ലാഹ് ഞങ്ങളുടെ ഇമയിൽ പറ്റിയ ആ നനവ് ഞങ്ങൾക്ക് മഹ്ശറിൽ ശഫാഅത്ത് പറയണം റബ്ബേ. റമദാൻ ഓർത്ത് കരഞ്ഞവരാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പുണ്യ റമദാനെ അനുകൂല സാക്ഷിയാക്കി തരണേ അല്ലാഹ്. റബ്ബേ, ഈ പള്ളിയിലേക്ക് സ്വതക്കകളും സംഭാവനകളും കൊണ്ടുവന്നവരെ ഖബൂലാക്കണേ അല്ലാഹ്. സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. നിഅമത്ത് വാസിഅക്കണേ അല്ലാഹ്. ശർറ് ബല മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്ന് ആ കുടുംബങ്ങളെ സംരക്ഷിക്കണേ അല്ലാഹ്. വെള്ളിയാഴ്ച ദിവസത്തെ ദുആ പ്രതീക്ഷയിൽ നൽകിയതാണ്, ഖബൂലാക്കണേ അല്ലാഹ്. ഇജാബത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, അവർക്ക് തഖ്വ നൽകണേ അല്ലാഹ്. 5 വഖ്ത് അവരും ഞങ്ങളും ഇബാദത്തുള്ള ആബിദീങ്ങളാക്കി തരണേ റഹ്മാനെ. അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണം അല്ലാഹ്. ജോലിയിൽ അഭിവൃദ്ധി നൽകണം റഹ്മാനെ. നാട്ടിലും പ്രവാസികളുമായിട്ടുള്ളവർക്ക് മഈശത്തിൽ വർധനവ് നൽകണം അല്ലാഹ്. ഇസ്തിഖാമത്ത് നൽകണം അല്ലാഹ്. കടക്കണികളിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാനെ. ഈ സമയം പുണ്യമാണ്, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്
അല്ലാഹ് ഖൈറായ ഭവനം ഞങ്ങൾക്ക് തരണം, ഖൈറായ ഇണകളെ നൽകണം റബ്ബേ, ഖൈറായ വാഹനങ്ങൾ നൽകണം റബ്ബേ, ആവശ്യമായ നിഅമത്തുകളെല്ലാം തരണം റബ്ബേ. അല്ലാഹുവേ അവർക്ക് എല്ലാ ഖൈറാത്തുകളും നൽകണം റബ്ബേ. അവർ തുടക്കം കുറിക്കുന്നതെല്ലാം ബറക്കത്ത് നൽകണം റഹ്മാനെ. അവരുടെ പ്രിയപ്പെട്ട മുന്നോറുകൾ മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ. അവർ നൽകിയത് ജാരിയായ സ്വതക്കയാക്കി അണമുറിയാത്ത പ്രതിഫലമാക്കിയ ഖബറുകളിലേക്ക് അതിന്റെ പ്രതിഫലത്തെ എത്തിക്കണം റഹ്മാനെ. സുന്ദുസ് കൊണ്ട് ഇസ്തബ്റഖ് കൊണ്ട് അവരെ പുതപ്പിക്കണം അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണം റഹ്മാനെ. സ്വർഗീയ ഭക്ഷണ പാനീയങ്ങൾ നൽകണം റഹ്മാനെ. പരിശുദ്ധ റമദാന്റെ തുടക്കം മുതൽ ഇതുവരെ നോമ്പുതുറ നൽകിയവരെ കബൂലാക്കണേ അല്ലാഹ്. ഇന്നത്തെ നോമ്പുതുറക്കാലം സ്വീകരിക്കണേ റബ്ബേ.